ഞാൻ ഏഞ്ചൽ വണ്ണിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ച 52,200 പുട്ട്. അപ്പൊ ഇവിടെ വന്നു. നമ്മൾ 52,200 നിന്ന് അടിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കുറെ സ്ട്രൈക്കുകൾ വന്നു അല്ലേ. നമുക്ക് പുട്ട് സൈഡാ വേണ്ടത്, അതായത് PE. അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യം ഇവിടെ ഒന്നുണ്ട്, 1 2 3 4 5 6 7 ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലേറ്റസ്റ്റ് എക്സ്പയറി ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിൽ ലേറ്റസ്റ്റ് എക്സ്പയറി എന്ന് പറയുമ്പോൾ 3 ജൂലൈ. ഓക്കെ, ഇവിടെ കണ്ട 3 ജൂലൈ CE ഉണ്ട്, 3 ജൂലൈ PE ഉണ്ട്. അത് കഴിഞ്ഞ 10 ജൂലൈ 10 CE, ജൂലൈ 10 PE. അതേപോലെ അത് കഴിഞ്ഞാൽ 16 ജൂലൈ 16. അത് കഴിഞ്ഞ് 24. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് എക്സ്പയറി ആണ് വേണ്ടത്. വ്യക്തമായി ശ്രദ്ധിച്ചു കേൾക്കുക. ഫസ്റ്റ് ലേറ്റസ്റ്റ് എക്സ്പയറി നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ സെലക്ട് ചെയ്തു, അത് വാച്ച് ലിസ്റ്റിൽ ആഡായി. കണ്ടോ, ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡായിട്ടുണ്ട്. നമ്മൾ എത്രയ്ക്കാണ് എടുക്കാൻ പറഞ്ഞത്? 190 നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു, ബൈ കൊടുത്തു. നമ്പർ ഓഫ് ലോട്ട്സ്, എത്ര ലോട്ടാണ് എടുക്കുന്നതെങ്കിൽ അത്. ഓക്കെ, ഞാനിപ്പോൾ 1 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്കറ്റ് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ലിമിറ്റ് ഓർഡർ ഉണ്ട്, മാർക്കറ്റ് ഓർഡർ ഉണ്ട്. മേലെ കണ്ടോ, ക്യാരി ഫോർവേഡ് വന്നാൽ ഹോൾഡിങ്. ഇൻട്രാഡേക്ക് മാറ്റുക. നമ്മൾ അന്നന്നത്തെ കച്ചവടമാണ്, നാളത്തേക്ക് വെക്കുന്നില്ല. എന്തിനും ഒരു ടെൻഷൻ അടിച്ച് കഴിയണം. ഓക്കെ, ഇപ്പോൾ സമയം എത്രയായി? ഇപ്പം തന്നെ 2 മിനിറ്റായി. ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ 278 ഇവിടെ നമ്മൾ റേറ്റ് മാറ്റുന്നു. 190 നമ്മൾ ബൈ എൻട്രി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇങ്ങനെ പ്ലേസ് ഓർഡർ കൊടുക്കാം, കൺഫേം ചെയ്ത് പ്ലേസ് ഓർഡർ കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വരുന്നത് എന്തറിയോ, മാർക്കറ്റ് അല്ലാത്ത സമയത്താണ്, ആയതുകൊണ്ടാണ്. ഔട്ട് ഓഫ് മാർക്കറ്റിലാണ്. അപ്പോൾ എന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെയായി. ഇനി നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, സ്മാർട്ട് ഓർഡേഴ്സ് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ട്രിഗർ പ്രൈസ് എത്രയാണ്? 170 അല്ല പറഞ്ഞിരിക്കുന്നത്. 170 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ 170.10 ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ അടിച്ചു കൊടുക്കേണ്ട. ചില ബ്രോക്കറിൽ പോയിട്ട് നമ്മൾ അതും കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോഴൊക്കെ ടൈം പോകും. ഓക്കെ, ഇതൊന്ന്, അത് സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. പിന്നെ വേണ്ടത് നമുക്ക് കവർ ഓർഡർ വേണ്ട. റോബോ ഓർഡറിൽ ഇന്ന് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ആവില്ല. റോബോ ഓർഡറിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നിച്ച് വെക്കാം. ഇനി വേണമെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും വെക്കാം. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ 170 സ്റ്റോപ്പ് ലോസ് വെച്ചു, ഒരു 250 ടാർഗറ്റും വെച്ചു. ഇനി ഒരു പോയിന്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒരു പോയിന്റിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഈ 190 എന്നുള്ളത് 191 ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 171 മാറും. അങ്ങനെ ഇപ്പം 180 200 വിചാരിച്ചോളൂ. നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് 10 പോയിന്റ് പ്രോഫിറ്റിൽ 200 വിചാരിച്ചോളൂ. സ്റ്റോപ്പ് ലോസ് പ്രൈസ് എന്താവും? 180 എത്തും. ഇനി അഥവാ മാർക്കറ്റ് മുകളിലേക്കൊക്കെ പോയി താഴെ വന്നാലും ഈ 180 എക്സിക്യൂട്ട് ആവും. ഈ 180 എക്സിക്യൂട്ട് ആവും. ഓക്കെ, അതാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വ്യക്തമായി കേട്ടാൽ മതി. ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലാക്കേണ്ട രൂപത്തിൽ. അപ്പോൾ ഒരു സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്തു, സെർച്ച് ചെയ്തു, അത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു, അത് ബൈ ചെയ്യാൻ പഠിച്ചു, അത് ഏത് എക്സ്പയറിയിലാണ് എടുക്കേണ്ടത് എന്ന് പഠിച്ചു. ഇനി സ്റ്റോപ്പ് ലോസ് മാത്രമാണ് നിങ്ങൾ വെക്കുന്നത് എങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് മാത്രമാണ് വെക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒന്നില്ലെങ്കിൽ ഓപ്പൺ ഓർഡറിൽ പോയിട്ട്
ഇവിടെ ഇപ്പം നമ്മൾ ഓർഡർ കൊടുക്കാത്തതുകൊണ്ട് വേറെ പ്രശ്നം. വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഓർഡറിൽ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അവിടെ പോയിട്ട് നിങ്ങൾ കൊടുത്ത ആ സ്റ്റോപ്പ് ലോസ് ഓർഡറിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ കൊടുക്കുക. ഒരു ഓപ്ഷൻ ക്യാൻസൽ കൊടുത്തതിന് ശേഷം പിന്നീട് ടാർഗറ്റ് സെറ്റ് ചെയ്ത് എക്സിറ്റ് ആവുകയോ അല്ലെങ്കിൽ എക്സിറ്റ് ബട്ടണിൽ എക്സിറ്റ് ആവുകയോ ചെയ്യാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് 170 അല്ല വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 230 എത്തി സ്ട്രൈക്ക് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസിന് കൊണ്ടുപോയിട്ട് 230-ലോ 229-ലൊക്കെ വെച്ചിട്ട് എക്സിറ്റ് ആവുക, അല്ല ഓക്കെ കൊടുക്കുക. അപ്പം അത് 229 വരുമ്പോൾ എക്സിറ്റ് ആവും. മനസ്സിലായില്ല? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊക്കെ പഠിക്കാതെയാണോ അമ്പാനെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്? അങ്ങനെയല്ല അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കണ്ട അമ്പാനെ.